എന്ന് പറയുന്നത് ഒരു കോംപ്രമൈസ് ഇല്ലാത്തതാണ്. അപ്പോൾ അത് ഡിമാൻഡ് ചെയ്യുന്ന സംഗീതം എന്ന് പറയുന്നത് അതിൻ്റെ പശ്ചാത്തലം കഥകളിയാണ്. കഥകളി സംഗീതവും ഒരുപക്ഷെ ദക്ഷിണേന്ത്യൻ പരമ്പരാഗത കർണാടക സംഗീതവും അതിനപ്പുറത്തേക്ക് നമ്മൾ ഒരു സിനിമയ്ക്ക് എപ്പോഴും ഒരു കോംപ്രമൈസ് ഉൾക്കൊണ്ട സംഗീതമാണ് എപ്പോഴും ചെയ്യേണ്ടി വരിക. ഒരുപക്ഷെ ഒരു പ്രേക്ഷകനെ മുന്നിൽ കണ്ടുകൊണ്ട് ഒക്കെ ചെയ്യേണ്ടി വരാറുണ്ട്. അതൊരു മോശം കാര്യമായിട്ട് കരുതുന്നില്ല. കാരണം സിനിമ വളരെ ഒരു മാസ് മീഡിയമാണ്. അത് എല്ലാത്തരം പ്രേക്ഷകരിലേക്ക് എത്തേണ്ടതുണ്ട്. പക്ഷെ കളിയച്ചൻ ചെയ്തപ്പോൾ എൻ്റെ മുന്നിൽ ഒരു ഓഡിയൻസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് കിട്ടിയൊരു സൗകര്യം എനിക്ക് തോന്നുന്നത്. അപ്പോൾ മറ്റൊരു മൂന്നാമനോ രണ്ടാമനോ വേണ്ടി സംഗീതം ചെയ്യാതെ സംവിധായകൻ ബ്രീഫ് ചെയ്ത് തരുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ സംഗീതം ചെയ്യുക എന്നുള്ളതാണ് കളിയച്ചന് വേണ്ടിയിരുന്നത്. അങ്ങനെ അവസരം കിട്ടി ചുരുക്കം ചില സിനിമകളിലൊന്നാണ് കളിയച്ചൻ. ഒരു വിത്തൗട്ട് കോംപ്രമൈസ്, ഒരു 100% വിത്തൗട്ട് കോംപ്രമൈസ് ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ അതിന് അംഗീകാരം കിട്ടുക എന്ന് പറയുന്നത് ഒരു ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ശ്രദ്ധിക്കപ്പെട്ടു. ചെയ്ത ഒരു ജോലിയുടെ ഏറ്റവും പൂർണ്ണത വന്നത് അപ്പോഴാണെന്നാണ് തോന്നിയത്. കാരണം ഇപ്പോൾ ഇവിടെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ അത് കളിച്ചപ്പോൾ 3 ഷോസ് ഉണ്ടായിരുന്നു. അവിടെ വല്ലാത്തൊരു അപ്ലോസ് ആയിരുന്നു. അവിടെ എല്ലാവരും ചുറ്റും കൂടി, ഡയറക്ടറിൻ്റെയും എൻ്റെയും ഒക്കെ ചുറ്റും കൂടി ഒരുപാട് നല്ല വാക്കുകൾ കേട്ടു. അത് അവാർഡിന് ശേഷമാണ് വന്നത്. പക്ഷേ അതിനു മുമ്പ് എക്സ്പേർട്സ് തരുന്ന ഈ അവാർഡ് വലിയൊരു കാര്യമായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഏതായാലും കളിയച്ചൻ്റെ കുറച്ച് ദൃശ്യം കണ്ടിട്ട് നമുക്ക് തിരികെ വരാം.